ശ്ലോകങ്ങൾ എന്നുള്ളത് എനിക്ക് തന്നിരിക്കുന്നത് 19 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ്. സ്വാമിജി 14-15 ശ്ലോകം എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 19 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളായിരിക്കും നമ്മൾ ഇവിടെ വിചാരം ചെയ്യുന്നത്. ഇവിടെ മെയിൻ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഒരു ജ്ഞാനിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ജ്ഞാനി എങ്ങനെയുള്ള ആളായിരിക്കണം, എന്താണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണം. അപ്പോൾ നമ്മൾ ജ്ഞാനിയാണോ മറ്റുള്ളവരെ പരിശോധിക്കാനല്ല, മറ്റുള്ളവർ ജ്ഞാനിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനല്ല ഇവിടെ ഭഗവാൻ ഈ ഒരു ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നമുക്ക് സ്വയം നമ്മെ തന്നെ വിലയിരുത്താനുള്ള ഒരു അളവുകോലാണിത്. കൃത്യമായിട്ട് പലപ്പോഴും ആധ്യാത്മിക സാധനകളെല്ലാം അനുഷ്ഠിക്കുന്നവർ കുറേ കാലം കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു പുരോഗതി എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് അതിന് കുറച്ചുകൂടി പിന്നിലോട്ട് പോയിട്ടുള്ളൂ, മുന്നിലോട്ട് പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനെയുള്ളവർക്ക് നമ്മെ തന്നെ പരിശോധിക്കാനായിട്ടുള്ള ഒരു അളവുകോല് 2-ാമത്തെ അധ്യായത്തിൽ അർജുനൻ ചോദിച്ച ചോദ്യത്തിനായിട്ട് ഭഗവാൻ ജ്ഞാനിയുടെ ലക്ഷണം പറയുന്നുണ്ട്. അവിടെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഭഗവാൻ പറഞ്ഞു, ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യത്തെ. നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, ഈ സന്തോഷത്തിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ സന്തോഷം എനിക്ക് ഇപ്പോൾ ഉള്ളത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ടെങ്കിൽ അത് യഥാർത്ഥ സന്തോഷമല്ല. മനസ്സിലായില്ലേ? യഥാർത്ഥ സന്തോഷം എന്നുള്ളത് നമ്മുടെ തന്നെ സ്വരൂപമാണ്, അതിന് കാരണമില്ലേ. ഇന്നതുകൊണ്ട് എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് മാത്രം അനുഭവിക്കുന്നതാണെങ്കിൽ, കണ്ടീഷൻഡ് പല സംഗതികളും. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? എൻ്റെ മകൻ വന്നു, മകൾ വന്നു. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? എനിക്കിഷ്ടപ്പെട്ടൊരു വസ്തു കിട്ടി. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും, വല്ല കാരണങ്ങളുണ്ടായിരിക്കും. അങ്ങനെ കാരണങ്ങളില്ലാതെ പ്രത്യേകിച്ച് എന്തിനാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പഞ്ചസാരയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിനക്ക് മധുരം എന്ന് ചോദിച്ചാൽ പഞ്ചസാര എന്താ ഉത്തരം പറയാ? അതെൻ്റെ സ്വരൂപമാണ്, മധുരമുണ്ടെങ്കിലേ ഞാനുള്ളൂ. അപ്പോൾ മധുരം എന്നുള്ളത് എൻ്റെ സ്വരൂപം എന്നതുപോലെ തന്നെ ആനന്ദമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപമാണ്. പക്ഷേ ആ ആനന്ദത്തെ നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. മനസ്സിലായി? ഈ ആനന്ദ സ്വരൂപമാണ് ഞാൻ. ഈ പ്രാരബ്ധങ്ങളുടെ ഉള്ളിൽപ്പെട്ട് പല വിഷയങ്ങളും പല ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഈ സംഘർഷപൂരിതമായിരിക്കുന്ന ജീവിതമാണ് ഞാനെന്ന് ധരിക്കുന്നു. വാസ്തവത്തിൽ ഇതെല്ലാം താൽക്കാലികമായിട്ടുണ്ടാവുന്ന, ഒന്നും തന്നെ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല. ആഗമാപായിനഃ അനിത്യാഹ. ആഗമാപായി, അത് വരുന്നു പോകുന്നു. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം പോകാനുള്ളതാണ്, എന്തെല്ലാം പോയിട്ടുണ്ടോ അതൊക്കെ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരും. ഇതൊക്കെയാണ് സ്വഭാവം. ഇതാണ് ജീവിതത്തിൻ്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഉള്ള ഈ ജീവിത
അനുഭവങ്ങളെ മാറി നിന്ന് കാണാനുള്ള അല്ലെങ്കിൽ മാറി നിന്ന് നോക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, ഈ ശരീരത്തോടുകൂടി ജീവിക്കുമ്പോൾ തന്നെ, എന്തൊക്കെ ഉണ്ടായാലും, പട്ടിണിയായാലും രോഗങ്ങളുണ്ടായാലും മറ്റുള്ളവർ നമ്മെ പലതരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴും ഇതെല്ലാം താൽക്കാലികം, പ്രതികരിക്കാതെ അല്പം ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മൾ വളർത്തിയെടുക്കണം. അതോടൊപ്പം തന്നെ ശാസ്ത്രവിചാരവും ശാസ്ത്രമാണ് നമുക്കിതിന് ഉള്ള ശക്തി നമുക്ക് തരുന്നത്. ശാസ്ത്രമാണ്. ശാസ്ത്രം എന്നുള്ളതിന് വാക്കിനർത്ഥം തന്നെ ശാസനാത് ത്രായതേ ഇതി ശാസ്ത്ര. നാം ആദ്യം ശാസിക്കുന്നു. ഈ ശാസന നമ്മൾ വേണ്ടതുപോലെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ, വേണ്ടതുപോലെ ആ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആ ശാസ്ത്ര ഉപദേശങ്ങൾ നമ്മുടെ ജീവിതം തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം വരും. അതുവരെ നമ്മൾ ഈ ശാസ്ത്ര വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യം ശാസ്ത്രവിചാരം, ശാസ്ത്ര പഠനം തന്നെ, മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെയുള്ളൊരു പഠനം. പക്ഷേ മറ്റു വിഷയങ്ങൾക്കും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ഉപനിഷത്ത്, ഗീത മുതലായിട്ടുള്ള പഠനങ്ങൾക്കുമുള്ള വ്യത്യാസം എന്താണ് ചോദിച്ചാൽ, മറ്റു വിഷയങ്ങളെല്ലാം നമ്മൾ നമ്മിൽ നിന്ന് വേറിട്ടൊരു വിഷയത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉപനിഷത്തും ഗീതയും അതുപോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം പറയുന്ന വിഷയം എന്നുള്ളത് എന്നെക്കുറിച്ച് തന്നെയാണ്. ഞാൻ തന്നെയാണ് അവിടെ വിഷയം. അപ്പോൾ ആ വിഷയം എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വയം ഉള്ളിലേക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ് മനസ്സ്. മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിന് കിട്ടാൻ പറ്റും. മനസ്സ് സങ്കല്പ വികല്പങ്ങളോട് കൂടിയിരിക്കുന്ന ഒന്നാണ്. ആ സങ്കല്പ വികല്പാത്മകമായിരിക്കുന്ന അന്തഃകരണ സ്വരൂപമാണ് മനസ്സ് എന്നുള്ളത്. അപ്പോൾ ഈ സങ്കല്പങ്ങളെ നമുക്ക് വേണ്ടതുപോലെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ മനസ്സ് തന്നെ നമുക്ക് ഒരു ഭാരമായിട്ട് മാറും. അപ്പം മനസ്സിനെ ഒരു ഭാരമാക്കി വയ്ക്കാതെ മനസ്സിനെ നല്ല ഒരു ഉപകരണമാക്കി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഉപകരണം, മനസ്സിലായി? മനസ്സ് നല്ല ഉപകരണമാണ്. അതിന് നല്ലതുപോലെ നമുക്ക് അനുകൂലമാക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കത്തക്ക രീതിയിൽ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ജപം ചെയ്യുക. ജപം, ഏതെങ്കിലും ഒരു നാമമെടുത്ത് അത് ഉരുവിടുക. നമുക്ക് ചിന്തിക്കാം, ഈ ജപവും മനസ്സിനെ നിയന്ത്രിക്കുന്നതും തമ്മിൽ എന്താ ബന്ധമെന്ന് നമുക്ക് ചിന്തിക്കാം. വാസ്തവത്തിൽ അടുത്ത നിമിഷം ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല. അടുത്ത നിമിഷം എന്താണ് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എനിക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ജപം എന്നുള്ള സാധനം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡെലിബറേറ്റ്ലി, നമ്മൾ നിർബന്ധപൂർവം നമ്മുടെ മനസ്സിന് അടുത്തു വരുന്ന ചിന്ത ഇന്നതാണ് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് എത്ര നേരം ജപിക്കണമെന്നൊക്കെ ആൾക്കാർ 98 ആണോ 1008 ആണോ 1000 ആണോ എന്നൊക്കെ ചോദിക്കും.
എത്ര സമയം ജപിച്ചാലാണ് നമുക്കൊരു തൃപ്തി വരുന്നത് അത്ര കാലം അങ്ങോട്ട് ജപിക്കുക. ചിലവർക്ക് 10 മതി, ചിലവർക്ക് 100 വേണം, ചിലവർക്ക് 1000 വേണം, ചിലവർക്ക് 10000 വേണം. ഇത് നമ്മുടെ ഓരോരുത്തർക്കും കിട്ടുന്ന സമയമനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി പലവരും പറയുന്ന ഒരു സംഗതിയാണ്, എനിക്ക് സമയമില്ല സ്വാമി, ഒരുപാട് ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ ജപിക്കാനും ശാസ്ത്രവിചാരം ചെയ്യാനും ഒന്നും എനിക്ക് സമയമില്ല. സമയമില്ല എന്നൊരാൾക്കും കംപ്ലൈൻറ്റ് പറയാൻ സാധ്യമല്ല. എന്താ കാരണം? ഈ ജീവിതത്തിൽ എന്തെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുണ്ടെങ്കിൽ അതൊന്നു മാത്രമേ ഉള്ളൂ. പണക്കാരനും ദരിദ്രനും ഇവയ്ക്കെല്ലാം മധ്യത്തിലുള്ളവനും എല്ലാവർക്കും തുല്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, അതാണ് സമയം, അല്ലേ? ബാക്കിയെല്ലാം ഒന്നിനും തുല്യതയില്ല. മനസ്സിലായില്ല? ഇവിടെ എന്തെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ അത് സമയം മാത്രമാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എന്നുള്ളത് ഒരാൾക്കും കുറയ്ക്കാനും പറ്റില്ല, ഒരാൾക്ക് കൂട്ടാനും പറ്റില്ല. ശരിയാണോ? എന്താരും മിണ്ടാത്ത? എന്തെങ്കിലുമൊക്കെ മിണ്ടണം. മനസ്സിലായില്ലേ? അപ്പോൾ ശരിയാണ്. അതായത് ഈ ലോകത്തിലെ എല്ലാവർക്കും തുല്യമായിരിക്കും സമയം എന്നുള്ള ഒന്ന് മാത്രമാണ്. അപ്പോൾ സമയമില്ല എന്നൊരാൾക്ക് കംപ്ലൈൻറ്റ്, ഒരു പരാതി പറയാനായിട്ട് സാധ്യമല്ല. ഇനി ഉള്ള സമയത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഇപ്പം മിക്കവാറും സമയം നമ്മുടെ സമയക്കൊല്ലിയാണ് നമ്മുടെ മൊബൈൽ. മനസ്സിലായില്ലേ? അതിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വിടുക എന്നുള്ളത് ആർക്കും. പിന്നെയാണ് അയ്യോ രാവിലെ ഒന്ന് എടുത്തതാ ഫോൺ എടുത്തോളൂ, അപ്പോഴേക്കും 12:15 കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ എല്ലാവരുടെയും വീക്ക്നെസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുയോജ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൊബൈലിൽ വരിക. മനസ്സിലായില്ലേ? അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രണം, ഇന്ന് വളരെ നിയന്ത്രണം ആവശ്യമാണ് നമുക്ക്. ഇനി മൊബൈൽ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? അതാണ് മോക്ഷം. ഇപ്പോൾ മൊബൈലിൽ നിന്നുള്ള മോക്ഷമാണ് ഇപ്പോഴത്തെ മോക്ഷം. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഈ സമയം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ 24 മണിക്കൂറുള്ള സമയം അതെനിക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പണ്ഡിതനാവുമെന്ന്. മനസ്സിലായില്ലേ? പണ്ഡിതൻ എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം, ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ആ ചർച്ച വരുമ്പോൾ നമുക്ക് പറയാം. ഇനി അല്ല, സമയം നമ്മെ ഉപയോഗിക്കുകയാണെങ്കിലോ നമ്മൾ പറയും വയസ്സായിന്ന്. മനസ്സിലായില്ലേ? ഞാൻ സമയത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കൊരു ബുദ്ധനാവാനായിട്ട് സാധിക്കും. സമയം എന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ വയസ്സനായിട്ട് പോകും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തീരുമാനിക്കാം, ഞാൻ ബുദ്ധനാവണോ വയസ്സനാവണോ എന്ന്. ബുദ്ധു ആവണോ എന്ന്. ബുദ്ധു എന്നുള്ളൊരു വാക്കുണ്ട്. ബുദ്ധു എന്ന് പറഞ്ഞാൽ മടയൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനെല്ലാത്തിനും നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ചാവി എന്നുള്ള അതിൻ്റെ നാം ആണ് നിശ്ചയിക്കേണ്ടത്, അല്ലാണ്ട് മറ്റൊരാളല്ല നിശ്ചയിക്കേണ്ടത് എന്നുള്ളത്. അപ്പം സമയമില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധ്യമല്ല. ഉള്ള സമയത്തെ നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്ന കർമ്മമെല്ലാം അത് മുക്തിക്ക് ഉതകുന്നതായിരിക്കും.
മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് ഉതകുന്നതായിരിക്കും. ഇനി മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖത്തിൽ നിന്നുള്ള ഒരു മോചനം. സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ ദുഃഖത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം. ഇങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ദുഃഖത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പലവരും പറയും ഉണ്ട്, അങ്ങനെ ഒരാളുണ്ടെന്ന് പറയും. ഈ ഭാഗവതമെല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഭാഗവതത്തിന് തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ഒരു മുത്തശ്ശി പറയാണ്, എനിക്ക് കൂടുതൽ കൂടുതൽ ദുഃഖം തരുമെന്ന് കുന്തി ദേവി പ്രാർത്ഥിക്കുന്നുണ്ട്. വിപതസ്സന്തു ശശ്വത്, എപ്പോഴും എനിക്ക് വിപത്തുണ്ടാകട്ടെ, അതെന്താ, എന്തുകൊണ്ട് വിപത്തുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ വിപത്തുണ്ടാകുമ്പോഴാണ് ഹരിയെക്കുറിച്ച് എനിക്ക് സ്മരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ വിപത്തെല്ലാം വിപത്തല്ലാതായിട്ട് തീരും. അവിടെയും മോക്ഷം തന്നെയാണ്, ദുഃഖത്തിൽ നിന്നുള്ള മോചനം തന്നെയാണ് അവിടെയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സർവേഷാം പ്രാണിനാം പ്രവൃത്തി ദുഃഖനിവർത്തയെ സുഖപ്രാപ്തയെ ച എന്ന് ഒരൊറ്റ സെൻറ്റൻസിൽ പറയാണ്. സർവേഷാം പ്രാണിനും, മനുഷ്യൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നിവൃത്തിക്ക് വേണ്ടി. ദുഃഖം എനിക്ക് വേണ്ട. സുഖപ്രാപ്തയേച്ച, ദുഃഖമില്ലാതായി കഴിഞ്ഞാൽ സുഖം ഓൾറെഡി ഉണ്ട് അവിടെ, മനസ്സിലായി. സുഖത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സുഖപ്രാപ്തിക്കും ദുഃഖനിവൃത്തിയുമാണ് നമ്മുടെ പ്രവൃത്തിയുടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്ന് നമുക്ക് പറയാം. ആരെന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുഖത്തിനും ദുഃഖനിവൃത്തിക്കുമാണ്, മനസ്സിലായി. അതുകൊണ്ടാണ് യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. ബുധാഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുള്ളവർ. അവർ പറയാണ്, എന്ത് പറയുന്നു? യസ്യ സർവേ സമാരംഭാഃ, കർമ്മങ്ങൾ, ആരംഭാഃ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ തന്നെയാണ്. യസ്യ സർവേ, യാതൊരാളുടെ, സർവേ സമാരംഭാഃ, എല്ലാ കർമ്മങ്ങളും, എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം, നമുക്ക് ശരീരമുണ്ടെങ്കിൽ ശരീരമുള്ളിടത്തോളം കർമ്മം ചെയ്തേ നമുക്കിരിക്കാനായിട്ട് സാധ്യമാവും. കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും ആരും ഇരിക്കുന്നില്ല. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിയൈർഗുണൈ. പ്രകൃതിയുടെ ഗുണത്തിൽപ്പെട്ട്, ഇപ്പോൾ രാവിലെ നാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് സത്വം, രജസ്, തമസ്. കൂടുതൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ എന്നുള്ളത് എല്ലാവർക്കുമുണ്ട്. അതില്ലാത്ത, ഈ മൂന്ന് ഗുണങ്ങളും ഇല്ലാത്ത യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. പ്രപഞ്ചം തന്നെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു ചേരുവയാണ്, മനസ്സിലായത്. അതുകൊണ്ട് ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ആധിക്യമനുസരിച്ച്, അവയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു, മനസ്സിലായില്ലേ? നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. ആ ഒരു വാസന, സംസ്കാരം എന്നെല്ലാം പറയുന്നു. അതിനനുസരിച്ച് പല ചിന്തകളും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്നു. പല ചിന്തകളും നമ്മൾ അറിയുന്നേ ഇല്ല, അവ വന്നു പോകുന്നു എന്നറിയുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ചിന്ത നമ്മളെ പിടിക്കുകയാണെങ്കിൽ ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന സംഗതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും നേടണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും
എനിക്കിഷ്ടമില്ലാത്തത് കളയാനായിട്ട് പ്രവർത്തിക്കുന്നു. നിവൃത്തിയും പ്രവൃത്തിയും, നിവൃത്തി മാർഗം പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നിനെ നിവർത്തിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റൊന്നിനെ പ്രാപിക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഈ രണ്ട് വിധത്തിലാണ് പ്രവൃത്തി. അതുകൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം തന്നെ ഈ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ഗുണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്നതാണ്. അതാണ് കാമ. ഇനി ഇവിടെ ഒരു ജ്ഞാനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പണ്ഡിതനായ ഒരു ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനി എങ്ങനെയായിരിക്കും ജ്ഞാനിയുടെ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, ജ്ഞാനിക്ക് പ്രത്യേകമായിട്ടൊന്ന് ലഭിക്കണമെന്നുള്ള ആഗ്രഹമില്ല. അവിടെ ഇനി എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് സുഖിക്കാൻ എന്ന് അങ്ങനെ ഒരു സങ്കല്പം ജ്ഞാനിയെ സംബന്ധിച്ച് ഇല്ല. എന്താ കാരണം? താൻ ഓൾറെഡി തൃപ്തനായിട്ടിരിക്കുകയാണ്. തൃപ്തനായിട്ടിരിക്കുന്ന ഒരാളെ വീണ്ടും തൃപ്തിപ്പെടുത്താനായിട്ട് വേറെ എന്തെങ്കിലും വേണോ? അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ആത്മന്യേവാത്മന തുഷ്ടഃ, തന്നിൽ തന്നെ തുഷ്ടനായിട്ട് സംതൃപ്തനായിട്ടിരിക്കുന്ന ഒരാളാണ് ജ്ഞാനി. അതുകൊണ്ട് ആ ജ്ഞാനിയുടെ ദേഹത്തിൻ്റെ പ്രാരബ്ധമനുസരിച്ച്, ഇനി ദേഹത്തിൻ്റെ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദേഹം എടുത്തിരിക്കുന്നു. ഈ ദേഹം എടുത്തിരിക്കുന്നു ഒരു കർമ്മം, പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞ ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദേഹം എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ആരംഭിച്ചിരിക്കുന്നു, അത് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ വേഗം അവസാനിക്കുന്നത് വരെ ഈ ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇനി ഇതിനിടയിൽ ഒരാൾ ഈ ശരീരമോ ഈ കർമ്മമോ ഒന്നുമല്ല ഞാൻ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള ദൃഢനിശ്ചയം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇതെല്ലാം ഒരു തോന്നൽ മാത്രം. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം തന്നെ ഒരു തോന്നലാണ്. വാസ്തവത്തിൽ പ്രപഞ്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ ആദൗ അന്തേച്ച എന്നാസ്തി വർത്തമാനേപി തത്തഥ എന്ന ഗൗഡപാദാചാര്യർ കാരികയിൽ പറഞ്ഞിരിക്കുക. ആദൗ അന്തേച്ച യത് ന അസ്തി, ആദിയിലും അന്തത്തിലും യാതൊന്നാണോ ഇല്ലാത്തത്, വർത്തമാനേപി തത്തത, വർത്തമാനത്തിലും അത് ഇല്ലാത്തതാണ് എന്ന്. ഇങ്ങനെ പറയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? ഈ ശരീരം എടുക്കുന്നതിന് മുൻപ് ഈ ശരീരം ഉണ്ടായിരുന്നോ? ഇല്ല. ശരീരം ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും ശരീരമുണ്ടോ? ഇല്ല. ഇതിനിടയിൽ ജനന മരണമാകുന്ന ഈ സംഗതിക്കിടയിൽ നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരത്തെ നിലനിർത്താനാണ് ഈ ലോകത്തുള്ള സകല ബിസിനസ്സും നടക്കുന്നത്. നോക്കുന്നുണ്ടോ? ബ്യൂട്ടി പാർലർ എന്തൊക്കെയോ നടക്കുന്നു അല്ലേ? എന്തൊക്കെയോ പാർലറുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശരീരം ഒന്ന് നന്നായി കഴിഞ്ഞാൽ ഞാൻ നന്നായി, ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു എന്നുള്ള സങ്കല്പമാണ്. അതല്ല, വാസ്തവത്തിൽ ശരീരം എനിക്കുണ്ട്. ശരീരത്തെ നമ്മൾ തല്ലിക്കളയേണ്ട. ശരീരം എന്നുള്ളത് ഈ സംസാരമാകുന്ന സമുദ്രത്തെ കടക്കാനുള്ള ഒരു തോണി മാത്രം. മനസ്സിലായില്ലേ? ഒരു നദി കടക്കണമെങ്കിൽ നമുക്കൊരു തോണി ആവശ്യമാണ്. അത് തോണി ഉപയോഗിച്ച് നമ്മൾ നദി കടക്കുന്നു. നദി കടന്നു കഴിഞ്ഞാൽ ആ തോണി തലയിൽ വെച്ച് ആരും പോകാറില്ല. തോണി അവിടെ ഉപേക്ഷിക്കുന്നു. അടുത്ത് വരുന്ന ആൾ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഈ പ്രാരബ്ധവശാൽ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നു. ആ പ്രാരബ്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവാണെന്നുള്ള
ഉറപ്പ് ആർക്ക് വന്നിട്ടുണ്ടോ? എളുപ്പമാണ്, മനസ്സിലായില്ലേ? എന്നാൽ എളുപ്പമല്ല. വളരെ എളുപ്പമാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ആരെ സംബന്ധിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും യോഗ്യതയനുസരിച്ച്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, മാത്സ് ബുദ്ധിമുട്ടാണോ, കണക്ക് ബുദ്ധിമുട്ടാണോ അതോ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയാം? ചിലവർക്ക് കണക്ക് വളരെ ലളിതമാണ്, മനസ്സിലായ, അവരുടെ മനസ്സ് തന്നെ കണക്കാണ്, എന്തും അവർക്ക് കണക്കിൽ കൂടി കണ്ടെത്താനായിട്ട് വഴി. മറ്റൊരുവന് കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻസ്, അത് ഓരോരുത്തരെ സംബന്ധിച്ചിരിക്കും, മനസ്സിലായില്ലേ? അത് ബുദ്ധിമുട്ടാണോ ലളിതമാണോ എന്നുള്ളത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടതുപോലെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യോഗ്യതകളൊക്കെ ഉണ്ട് എന്ന് കണക്കാക്കാം. ഇല്ലെങ്കിൽ, മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് വേണം? മനസ്സിലാവുന്നുണ്ടെങ്കിൽ യോഗ്യതയെ ഉണ്ടാക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. നാമജപം, നാമസങ്കീർത്തനം, മറ്റുള്ളവർക്ക് വേണ്ടതിൽ സേവകളെല്ലാം ചെയ്യുക. അങ്ങനെ ഞാൻ തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്നുള്ള ധാരണയിൽ അങ്ങോട്ട് സേവ അങ്ങോട്ട് ചെയ്യുക. ഈ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നു അല്ലേ? ശരീരം എന്തിനു കിട്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറഞ്ഞു. പരോപകാരാർത്ഥം ഇതം ശരീരം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതിനു മുൻപായിട്ട് നമ്മൾ നമുക്ക് തന്നെ ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാര്യം മറക്കാതിരിക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആ ജ്ഞാനം വേണ്ടതുപോലെ എനിക്ക് ഉറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, ഈ കർമ്മങ്ങളെല്ലാം തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മറക്കാതിരിക്കുകയാണ്. അത് മറക്കാതിരുന്നാൽ തന്നെ രക്ഷപ്പെട്ടു. സാധാരണ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മറക്കും. മറവി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വലിയൊരു രോഗമാണ്. ഇനി മറവി വന്നു കഴിഞ്ഞ് നമ്മുടെ ആശ്രമത്തിലൊക്കെ ചിലർ മിക്കവാറും ഒരു ആധ്യാത്മിക ജീവിതം നയിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഒരാളിൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യം ആശ്രമത്തെക്കുറിച്ച് സങ്കല്പിക്കും. ആശ്രമത്തെക്കുറിച്ച് പല സംഗതികളിൽ നിന്നും വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പർണശാലകൾ, മരങ്ങൾ, മൃഗങ്ങൾ, മയിൽ, മാന്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു ആശ്രമത്തെ സങ്കല്പിച്ചിട്ട് അവിടെ ഞാൻ പോയി തപസ്സനുഷ്ഠിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് തന്നെ സാധ്യമല്ല. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു തീവ്രത നിലനിർത്തണമെങ്കിൽ നിരന്തരമായിട്ടുള്ള അഭ്യാസം ആവശ്യം തന്നെയാണ്. ഒരിക്കലും മറക്കാതിരിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓർക്കുക, അതിനിടയിലും ഓർക്കുക, കിടക്കുന്നതിന് മുൻപും ഇതിനെക്കുറിച്ച് ഓർക്കുക. ഞാൻ എന്തിനു വന്നു, എന്താണ് എൻ്റെ ലക്ഷ്യം, ഇത് മറക്കാതിരിക്കണം. ഇത് മറക്കുക എന്നുള്ളതാണ് നമുക്ക് ഈവൻ പല ആൾക്കാരെയും കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരുപാട് കാലം പല സ്ഥലങ്ങളിൽ നിന്നും അവസാനം പറഞ്ഞു, ഇനി എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി, ഈ ജന്മത്തിലില്ല എന്ന് നിശ്ചയിക്കുന്നവർ. അങ്ങനെയൊന്നും നമ്മൾ നിശ്ചയിക്കരുത്. എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാൻ ജീവിതത്തിൽ. ഈ ജ്ഞാനം വളരെ സുലളിതമാണ്, മനസ്സിലായില്ലേ? നമ്മുടെ തന്നെ സ്വരൂപമായതുകൊണ്ട് വളരെ എളുപ്പമാണ്. നിരന്തരമായിട്ടുള്ള വിചാരവും സത്സംഗവും ആവശ്യമാണ്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ
നിർമോഹത്വം. നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. മനസ്സിലായി? വളരെ ലളിതമായിട്ട് പറയാം. അപ്പോൾ നിർമോഹത്വം വരണമെങ്കിൽ, നമ്മുടെ മോഹമെല്ലാം ക്ഷയിക്കണമെങ്കിൽ സത്സംഗം അതിന് വലിയ ഒരു പങ്ക് വഹിക്കുന്ന സംഗതിയാണ്. സത്സംഗം സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം, സത്ശാസ്ത്രങ്ങളുമായിട്ടുള്ള സംഘം, നിരന്തരമായിട്ട് ആ സത്സംഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ചെറിയ മുത്തുകളെ, ചെറിയ ഉപദേശങ്ങളെ നിരന്തരമായിട്ട് മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. മനസ്സിലായില്ല? അല്പം ഭക്ഷണം വേണം, ഭക്ഷണം കിട്ടിയാൽ കഴിക്കുക, കിട്ടിയില്ലെങ്കിൽ അന്ന് ഏകാദശി കുറച്ച് വെള്ളം, ജലം കഴിച്ച് സമാധാനിക്കുക. അതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ പറയും പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? മാവ്, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ നമ്മൾ ഭിക്ഷയെടുക്കാൻ പോകുമ്പോൾ ആരും ഭിക്ഷ തന്നില്ലെങ്കിൽ ഒരു മാവായിരിക്കും അന്ന് ഭിക്ഷ തരുന്നത്. മനസ്സിലായില്ലേ? മാവിൽ നിന്നൊരു മാമ്പഴം കിട്ടുന്നു, മറ്റു പല ഫലവൃക്ഷങ്ങളുണ്ട്, അവയിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്ക് ഭക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അല്പം ജീവിതത്തെ നിലനിർത്താനായിട്ട് അത്യാവശ്യം വേണ്ട സംഗതികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയാണ്. മനസ്സിലായ? ജീവൻ നിലനിർത്താനായിട്ട്. എന്താ കാരണം? ഈ ജീവൻ, ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ആ ശരീരം അതിൻ്റെ പ്രാരബ്ധം കഴിയുമ്പോൾ അതങ്ങോട്ട് പോയിക്കൊള്ളും. നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ആ ശരീരത്തിൻ്റെ പ്രാരബ്ധം കഴിയുന്നതോടുകൂടി ശരീരം അങ്ങോട്ട് പോയിക്കോളും. ആ പ്രാരബ്ധം കഴിയുന്നത് വരെ നമ്മളിതിനെ നിലനിർത്തണം. അപ്പം കാമസങ്കല്പവർജിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ശരീരത്തെ നിലനിർത്താനായിട്ട് എന്തെങ്കിലും കർമ്മങ്ങളിലെല്ലാം നാം ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് ഇന്ന ഫലം കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലാതെ ചെയ്യാൻ. സാധാരണ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം എന്തെങ്കിലും നേടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എന്തെങ്കിലും ഫലം കിട്ടണം. പ്രയോജനം അനുദ്ദിശ്യ നമന്തോപി ന പ്രവർത്തത എന്ന് പറയും. പ്രയോജനം അനുദ്ദിശ്യ, എന്തെങ്കിലും ഒരു പ്രയോജനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് ഒരു ഫലം ആഗ്രഹിക്കാതെ ആരും ചെയ്യുന്നില്ല, ഇല്ലല്ലോ? ശാസ്ത്രത്തിൽ തന്നെ പറയാം, നമന്തോപി പ്രവർത്തത. ഇവ മന്ദനാകുന്ന ഒരാൾ പോലും എന്തെങ്കിലും പ്രയോജനം കാക്ഷിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാമസങ്കല്പവർജിത, കാമവും സങ്കല്പവുമെന്ന് അത് എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ടോ അത് ഇന്നത് നേടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ഒരു കർമ്മം ചെയ്യുന്നില്ല എന്ന്. ഇത് ആരെക്കുറിച്ചാണ്? ജ്ഞാനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു തൊട്ടു മുൻപിലുള്ള ശ്ലോകം വളരെ വിശദമായിട്ട് ആചാര്യസ്വാമികൾ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു എന്ന് പറഞ്ഞിട്ട് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്ന ഒരു പാരമാർത്ഥിക ദൃഷ്ടി. മനസ്സിലായില്ലേ? ആ ആത്മദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ യസ്യ സർവേ സമാരംഭ എന്ന്. ആരുടെ എല്ലാ കർമ്മങ്ങളും കാമസങ്കല്പവർജിതങ്ങളായിട്ട് ചെയ്യുന്നുവോ, ജ്ഞാനാഗ്നി ദഗ്ധ കർമാണ്, ജ്ഞാനമാകുന്ന അഗ്നി അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളെയും ദഹിപ്പിച്ചിരിക്കുന്നു എന്ന്. ജ്ഞാനത്തെ ഇവിടെ അഗ്നിയായിട്ട് സങ്കല്പിച്ചിരിക്കുക, ഉപമിച്ചിരിക്കുകയാണ്. എപ്രകാരമാണോ അഗ്നി ഇന്ധനത്തെ ദഹിപ്പിക്കുന്നത്, അതുപോലെ
ജ്ഞാനമാകുന്ന അഗ്നിക്കുള്ള ഇന്ധനമാണ് കർമ്മം. ഒരു ജീവനെ സംബന്ധിച്ച് ആ ജീവൻ പല കർമ്മങ്ങളിലും ഏർപ്പെടുന്നു. മുഖ്യമായിട്ടും 3 വിധത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്ന് പറഞ്ഞ്. ഇതാണ് 3 നമുക്കെല്ലാവർക്കും ഉള്ളത്. പ്രാരബ്ധ കർമ്മം കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പ്രാരബ്ധ കർമ്മമാണ് ഇവിടെ ഇരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പ്രാരബ്ധ കർമ്മമാണ് ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടുകൊള്ളണം. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കർമ്മം. അങ്ങനെ ആ പ്രാരബ്ധ കർമ്മം എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. അത് അനുഭവിച്ച് തന്നെ അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. പല ആൾക്കാരും ചോദിക്കും, ഇദ്ദേഹം വലിയ ഒരു സജ്ജനമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത്രയെല്ലാം ദുരിതം അനുഭവിക്കുന്നു എന്ന്. ഇപ്പോൾ ജ്ഞാനിയായിരിക്കുന്ന ഒരാൾക്ക് ശരീരം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ടുള്ള ബുദ്ധിമുട്ട് ജ്ഞാനിയെ ഒരിക്കലും ബാധിക്കുന്നില്ല. മനസ്സിലായി? കാരണം എന്താ? ജ്ഞാനിക്കറിയാം ഞാൻ ശരീരം അല്ല, ശരീരം ഒരു ഉപാധി മാത്രമാണ് എന്ന്. ഇതെപ്പോൾ ഇത് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് ഉറപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതല്ലാതെ ഏറ്റവും അവസാന കാലത്തിൽ അങ്ങോട്ട് ചിന്തിച്ച് നമുക്ക് മോക്ഷം നേടാമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും സാധ്യമല്ല. ഇത് പറയുന്നുണ്ട്, അവസാന കാലത്ത് എന്താണോ ചിന്ത അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത ജന്മമെന്ന്. അവസാന കാലത്തിൽ ഞാൻ മുക്തനാണെന്ന് ചിന്തിക്കുക, അതുകൊണ്ട് എനിക്ക് മുക്തി കിട്ടുമെന്ന് ആരും ധരിക്കേണ്ട ആവശ്യമില്ല. അവസാന ചിന്ത എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രബലമായിട്ടുള്ള ചിന്ത എന്തായിരുന്നോ അതായിരിക്കും നമ്മുടെ അന്ത്യകാലത്തുള്ള സ്മരണ. സംശയമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരന്തരമായിട്ട് ഈ ഒരു ചിന്ത മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എപ്രകാരമാണോ ഈ ഒരു മ്യൂസിക് കോൺസെർട്ട് നടക്കുകയാണെങ്കിൽ, ഒരു സംഗീത കച്ചേരി നടക്കുകയാണെങ്കിൽ അതിലെപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തമ്പുരുവിൻ്റെ ഒരു ശ്രുതി ഉണ്ടായിരിക്കും. അത് മ്യൂസിക് നിന്നാലും സംഗീതം നിന്നാലും സംഗീതം ഉള്ളപ്പോഴും എല്ലാ സമയത്തും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത് നടന്നു. ഇതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്താലും എല്ലാ സമയത്തും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, സ്വസ്ഥമായിട്ട് ഈ ചിന്ത. അങ്ങനെയാണെങ്കിൽ ഈ പ്രാരബ്ധ കർമ്മമൊന്നും നമ്മെ അധികം ബാധിക്കില്ല. മനസ്സിലായി? ഇങ്ങനെ വരും പോകും. എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്. ഒരു സമയത്ത് നമുക്ക് തോന്നും ഇനി ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരു വലിയ ഒരു മതിലിൻ്റെ മുന്നിലേക്ക് വന്ന് ഇനി മുന്നിലോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിലും ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ജീവന് സഞ്ചരിക്കാനായിട്ടൊരു മാർഗവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമുക്ക് തോന്നും നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ് എന്നുള്ളത്. പ്രതിസന്ധി ഉണ്ടായിരിക്കാം. ആ പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ളൊരു ശക്തി നമ്മൾ വളർത്തിയെടുക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ കാമസങ്കല്പവർജിതാഹ ജ്ഞാനം അഗ്നി. ജ്ഞാനാഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? അഹം ബ്രഹ്മാസ്മി ഇതി ജ്ഞാനം. ഞാൻ ആ പരമാർത്ഥ സത്യമാണ് എന്നുള്ള വിചാരം, അതാണ് ജ്ഞാനമാകുന്ന അഗ്നി. ഇപ്പം നമ്മുടെ വിചാരം എന്താണ്? ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരം, ഞാൻ കർത്താവാണ് എന്നുള്ള വിചാരം, ഞാൻ ഭോക്താവാണ് എന്നുള്ള വിചാരം. കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്. ഈ കർമ്മം ചെയ്യുന്ന അഹങ്കാരത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും കർത്താവിലേക്ക് തന്നെ തിരിച്ചു വരും. ആരാണോ കർമ്മം ചെയ്യുന്നത് അവനിലേക്ക് തന്നെ കർമ്മം തിരിച്ചു പോകും, സംശയമില്ല. യഥാ ധേനു സഹസ്രേഷു വത്സം വിന്ദന്തി മാതരാഹ. അനവധി
പശുക്കളുണ്ടെങ്കിൽ പശുക്കുട്ടി തൻ്റെ മാതാവിനെ തിരിച്ചറിയുന്നത് പോലെ നമ്മൾ അനവധി പേര് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരവർ തന്നെ അനുഭവിച്ചേ തീരൂ. അതെന്തുകൊണ്ട്? ഞാൻ എന്നുള്ള അഹങ്കാരത്തോടു കൂടി, ഞാൻ കർത്താവാണെന്നുള്ള ധാരണയോടുകൂടി നാം കർമ്മം ചെയ്യുന്നു. അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിച്ചേ തീരൂ. ഈ കർമ്മം ഇപ്പോൾ വേണമെങ്കിൽ അനുഭവിക്കാം, പിന്നീട് എപ്പോൾ വേണമെങ്കിലും അനുഭവിക്കാം. ഇനി ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ കർമ്മം അതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് സഞ്ചിതം എന്നുള്ള, സഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പോഴും നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു സഞ്ചി കൊണ്ടുപോകും, എല്ലാം ഇട്ട് വരുന്നു. അതുപോലെ എല്ലാം ഇട്ട് വയ്ക്കാനുള്ളതാണ്. നമ്മൾ അനുഭവിക്കാത്തെല്ലാം ഇട്ട് വയ്ക്കാനുള്ള ഒരു സഞ്ചിയാണ്, ഒരു ബാഗാണ് ഈ സഞ്ചിത കർമ്മം എന്നുള്ളത്. സഞ്ചിതം നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്നത് അനവധി ജന്മങ്ങളിൽ കൂട്ടിവെച്ചിരിക്കും. ഒരുപാട് കർമ്മങ്ങളുണ്ട്. വലിയ ഒരു ഭണ്ഡാരമാണത്, മനസ്സിലായി? ഭാണ്ഡമാണ്. ആ ഭാണ്ഡത്തെ നമുക്ക് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഒരേ ഒരു രീതിയിൽ മാത്രമേ അതിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കൂ. ഞാൻ കർത്താവല്ല, ഞാൻ കർമ്മം ചെയ്യുന്നവനല്ല. ആ കർത്തൃത്വ ബുദ്ധി പോകുന്നതോടൊപ്പം തന്നെ ആ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട സഞ്ചിത പ്രാരബ്ധ ആഗാമികളെല്ലാം നശിക്കുന്നു എന്ന്. അതാണ് ഇവിടെ ജ്ഞാനമാകുന്ന അഗ്നി. ഞാൻ കർത്താവല്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള ബുദ്ധി, എന്നുള്ള അറിവാണ് ഇവിടെ ജ്ഞാനമാകുന്ന അഗ്നി. ജ്ഞാനാഗ്നി ദഗ്ധകർമാണാം. എല്ലാത്തിനെയും അത് ദഗ്ധമാക്കുന്നു, ദഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കുന്നു, കത്തിച്ച് നശിപ്പിക്കുന്നു. ഇനി ദഗ്ധകർമാണി, കർമ്മങ്ങളെല്ലാം ദഹിച്ചിരിക്കുന്നു. ഇതിൽ വളരെ നന്നായി രസകരമായിട്ട് വിദ്യാരണ്യ മുനികൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. കുറച്ച് വിത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വിത്ത് നല്ലതുപോലെ വറുത്ത് കഴിഞ്ഞാൽ, വിത്ത് ഇപ്പോൾ എന്തെങ്കിലും നല്ല വിത്ത്, കപ്പലണ്ടി അല്ലെങ്കിൽ കശുവണ്ടി, ഇതൊക്കെ നല്ല പോലെ വറുത്ത് കഴിഞ്ഞാൽ അത് രുചി നല്ലതായിരിക്കും, അല്ലേ? പക്ഷെ രുചി നന്നായിരിക്കും. അതിനെ വറുത്ത വിത്ത് വീണ്ടും അത് മുളയ്ക്കുമോ? മുളയ്ക്കില്ല. ഇതുപോലെയാണ് ഞാൻ വാസ്തവത്തിൽ ജീവിതം ആസ്വദിക്കുകയാണ്. ആസ്വദിക്കുമ്പോൾ പക്ഷെ അത് വീണ്ടും ഒരു കർമ്മത്തിന്, വീണ്ടും ഒരു ശരീരത്തിന് കാരണമായിട്ട് തീരുന്നില്ല എന്ന്. തം ആഹു, അങ്ങനെയുള്ള ഒരാളെയാണ് പണ്ഡിതം ബുധാഹ പണ്ഡിതം ആഹു, ബുധന്മാർ, വിവേകികൾ, അറിവുള്ളവർ അദ്ദേഹത്തെ പണ്ഡിതൻ എന്ന് പറയുന്നു. പണ്ഡ ആത്മവിഷയ പ്രജ്ഞ ജാത, അതായത് ആത്മവിഷയമായിരിക്കുന്ന അറിവ് വേണ്ടതുപോലെ ഉണ്ടായിരിക്കുന്ന ഒരുവൻ എന്നർത്ഥം പണ്ഡിതൻ. തമാഹു പണ്ഡിതം ബുധാഹ. അപ്പം യസ്യ സർവേ സമാരംഭാഹ കാമസങ്കല്പവർജി. അപ്പം എല്ലാ കർമ്മങ്ങളും കാമസങ്കല്പവർജിതങ്ങളായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കർമ്മം മറ്റൊരു കർമ്മത്തിന് കാരണമായിട്ട് തീരുന്നില്ല. സാധാരണ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് ഫലമുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതുപോലൊരു ഫലമുണ്ടാവാനായിട്ട് വീണ്ടും നമ്മുടെ കർമ്മം ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രവണത സാധാരണക്കാർക്കുണ്ട്. പണ്ഡിതനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രവണത ഇല്ല. അദ്ദേഹം എല്ലാ സമയവും ഈ തത്വത്തെക്കുറിച്ച് അനുസന്ധാനം ചെയ്യുന്ന ഒരുവനാണ് എന്ന്. കാമസങ്കല്പവർജിത. കൂടുതൽ നിങ്ങൾ ഭാഷ്യം എടുക്കുമ്പോൾ ഇത് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വീണ്ടും കേൾക്കും, വീണ്ടും ഇതെല്ലാം കേൾക്കാൻ പോകുന്നു, മനസ്സിലായി? ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. വീണ്ടും ഇത് തന്നെ.
ജ്ഞാനിയുടെ തന്നെ സ്വരൂപത്തെക്കുറിച്ച് പറയാണ് ഇവിടെ. നൈവ കിഞ്ചിത് കരോതി സഹ, അവൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കിഞ്ചിത് ന ഏവ കരോതി സഹ, അവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന്. നൈവ കിഞ്ചിത് കരോതി. പിന്നെ ആരാ ചെയ്യുന്നത്? ഇവൻ പണ്ഡിതൻ മാത്രമല്ല, ഇവൻ നമ്മൾ പണ്ഡിതനല്ലാത്തൊരാളും വാസ്തവത്തിൽ ചെയ്യുന്നത് ശരീരമാണ്, അല്ലേ? ശരീരമാണ് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. പണ്ഡിതനായിരിക്കുന്ന ഒരുവന് ശരീരമാണ് ചെയ്യുന്നത് എന്നുള്ള അറിവുണ്ട്, മറ്റുള്ളവർക്ക് ആ അറിവ് ഇല്ല. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന്. ത്യക്ത്വാ കർമ്മഫലാസംഗം, കർമ്മഫലത്തിലുള്ള സംഘത്തെ ഉപേക്ഷിച്ചിട്ട്. വാസ്തവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിലുള്ള സംഘമാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത്. കർമ്മം ചെയ്യുന്നു, കർമ്മഫലം, വീണ്ടും കർമ്മം, ഇതിങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങലയാണ്. ആ ചങ്ങലയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പലവരും പറയും, നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യണുണ്ടോ? നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സദ്ഗതി കിട്ടും. ഒരു മുമുക്ഷുവിനെ സംബന്ധിച്ച് സദ്ഗതിയും ദുർഗതിയും എല്ലാം ഒരു ഗതി തന്നെയാണ്. രണ്ടും ബന്ധിക്കുന്നതാ. നല്ല കർമ്മങ്ങൾ സ്വർഗാദി ലോകങ്ങളിലുള്ള അനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ട് ബന്ധിക്കുന്നു. ദുഷ്കർമ്മങ്ങൾ നരകാദി യോനികളിൽ പോയി നമുക്ക് ജനിക്കേണ്ടതായിട്ട് വന്ന് അവിടെയും നമ്മൾ കൂടുതൽ നരകിക്കുന്നു. ഈ കർമ്മഫലത്തിലുള്ള സംഘമില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യുക? കർമ്മം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണം, അല്ലേ? എന്തെങ്കിലും ഒരു കാരണം വേണം. എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അതെനിക്കറിയില്ല. ഇതന്നെയാണ് ദുര്യോധനൻ പറഞ്ഞത്. മനസ്സിലായി? എന്തുകൊണ്ടാണ് ചെയ്തത് അതെനിക്കറിയില്ല. ആരോ എന്നെ പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുവരുന്നു. മനസ്സിലായില്ലേ? ആരോ എന്നെ ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമി അധർമ്മം നചമേ നിവൃത്തി എന്ന ദുര്യോധനൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് ധർമ്മം എന്താണ് നല്ല പോലെ അറിയാം, പക്ഷേ ധർമ്മം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അധർമ്മം എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, പക്ഷെ അധർമ്മത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു പോവാനായിട്ട് സാധിക്കുന്നില്ല. ഏതോ ഒരു ചെകുത്താൻ എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യൂ 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 എന്ന് പറയും. ഞാനതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം അതുപോലെ ഇവിടെ പറയാം, എന്തെങ്കിലും ഒരു ആഗ്രഹമില്ലാതെ കർമ്മഫലത്തിൽ കർമ്മം ചെയ്യണമെങ്കിൽ ഒരു ആഗ്രഹം എന്നുള്ളത് വേണം. ഈ ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനി കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ എന്തുകൊണ്ടാണ് ആ കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് സംഗതികൾ നമുക്ക് സങ്കല്പിക്കാം. ഒന്ന്, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഈ ശരീരം ഉണ്ടെങ്കിൽ ശരീരത്തെ നിലനിർത്തണം. ശരീരത്തെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട്, നിർബന്ധമായിട്ട് ഉപേക്ഷിക്കാനായിട്ടുള്ള ലൈസൻസ് നമുക്ക് തന്നിട്ടില്ല. ശരീരം എന്നുള്ളത് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്, ഒരു സമ്മാനമാണ്. മനസ്സിലായില്ലേ? ഒരു സമ്മാനം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ബിന്നിലിടാറില്ല. അത് ഇന്ധനൻ്റെ അവസ്ഥയായിരിക്കും പിന്നെ. മനസ്സിലായോ? അതുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഒരു സമ്മാനമാണ് ഈ ശരീരം. ഈ ശരീരത്തെ വേണ്ടതുപോലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ജ്ഞാനിയായിരിക്കുന്നൊരുവൻ അദ്ദേഹത്തെ ശരീരത്തെ വേണ്ടതുപോലെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ ജ്ഞാന പരമ്പര, നമ്മുടെ ഈ പരമ്പര വേണ്ടതുപോലെ നിലനിൽക്കുള്ളൂ. ഇനി ഒരാൾ വിചാരിക്കുകയാണ് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മുക്തി കിട്ടും, ശരീരം ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ ഒരാൾ ഇവിടെ ഇരിക്കില്ല. ഒരു കാര്യം നിശ്ചയമാണ്, പറയുന്ന ആൾക്കില്ല. മനസ്സിലായില്ലേ? പറയുന്ന ആൾക്ക് ജ്ഞാനമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി കേൾക്കുന്ന ആരെങ്കിലും അബദ്ധത്തിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആംബുലൻസ് കൊണ്ടു നിർത്തേണ്ടി വരും. മനസ്സിലായില്ലേ? മുക്തി കിട്ടുകയാണെങ്കിൽ അത്രയും ധൈര്യമുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള സത്സംഗത്തിൽ വരൂ.
അബദ്ധത്തിൽ നമുക്ക് മുക്തി കിട്ടുക ഠേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പണി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഇവിടെ പറയാണ് ശരീരം. അപ്പോൾ ജ്ഞാനി ശരീരം അദ്ദേഹം വേണ്ടതുപോലെ ഈ ജ്ഞാനം തനിക്ക് കിട്ടി. ആ ജ്ഞാനത്തിൻ്റെ ആ ഒരു അനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൻ എന്തുകൊണ്ട് ശരീരം നിലനിർത്തുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രസകരമായിട്ട് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയും, ശാന്താമഹാന്തോ നിവസന്തി സന്തഃ വസന്തവല്ലോകഹിതം ചരന്തഃ തീർണാസ്വയം ഭീമഭവാർണവം ജനാൻ അഹേതുനാന്യാനപി താരയന്തഃ എന്ന്. ശാന്താമഹാന്തോ നിവസന്തി സന്തഃ, സജ്ജനങ്ങളെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ശാന്തന്മാരും മഹാന്തന്മാരുമായിട്ടുള്ള മഹാത്മാക്കളെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. എങ്ങനെ? വസന്തവല്ലോകഹിതം ചരന്തഃ. ഈ വസന്തകാലം വരുമ്പോൾ പൂക്കളെല്ലാം അതിൻ്റെ നല്ല മണങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടങ്ങട് കൊടുക്കും. അതെന്തിനു കൊടുക്കും? ആ പൂക്കളുടെ അടുത്ത് ആരെല്ലാം പോകുന്നു അവർക്കെല്ലാം അതിനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വസന്തകാലം പോലെ ഹിതം ചെയ്തുകൊണ്ട് ഈ മഹാത്മാക്കളെ ഈ ലോകത്തിലെ ഒന്നിലും ആഗ്രഹമില്ലാതെ അവർ ജീവിക്കുന്നു. പൂക്കൾ തൻ്റെ ഗന്ധം ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? പൂക്കൾ എനിക്ക് ഇന്നത് വേണമുണ്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ തരില്ല എന്ന് പറയില്ല. ആ പൂക്കളുടെ അടുത്ത് ആര് പോയാലും ആ പൂക്കളുടെ നമ്മുടെ മൂക്കടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വസന്ത ഋതുക്കളെ പോലെ ഹിതം ചെയ്തുകൊണ്ട് മഹാത്മാക്കളെ ഈ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവരെങ്ങനെയാ? തീർണാസ്വയം ഭീമഭവാർണവം ജന, ഭീമമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തെ സ്വയം തീർണ, സ്വയം മറുകര കടന്നവർ. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഈ സംസാര സമുദ്രത്തിൻ്റെ മറുകര കടന്ന് പിന്നെ അഹേതുന അന്യാനപി താരയന്തഃ, താൻ കടന്നു, മറ്റുള്ളവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു, അവർക്ക് ഈ ജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ട് അവരെയും മറുകര കടത്താനായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് അവർ ജീവിക്കുന്നുവെന്ന്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അവർക്ക് ഈ ജ്ഞാനം പ്രദാനം ചെയ്യുമ്പോൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരെല്ലാം മുക്തരായി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ല? ഹേതു ഒന്നുമില്ല. എന്താ ചെയ്യുന്നത്? പിന്നെ എന്താ ചെയ്യുക? പഞ്ചസാരയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ മധുരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര എന്താ പറയുക? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇതുപോലെ അതല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരു സജ്ജനമായിട്ടുണ്ടെങ്കിൽ ആ സജ്ജനത്തിൻ്റെ ആ ജ്ഞാനിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ് മറ്റുള്ളവർക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കുക എന്ന്. ഞാൻ ഒരു സന്തോഷം അനുഭവിക്കുന്നു, ഈ സന്തോഷം മറ്റുള്ളവരും അനുഭവിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം. അവരനുഭവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാവരും മുക്തന്മാരാക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല അവിടെ. വാസ്തവത്തിൽ അറിയുന്നവരുടെ മുൻപിൽ ഇതറിയാത്ത ആരുമില്ല. മനസ്സിലായില്ലേ? അറിയുന്ന ഒരാൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അറിയാത്തവർ വിചാരിക്കും ആർക്കും അറിയില്ല, എനിക്ക് മാത്രം അറിയുമെന്ന്. എന്താ കാരണം? ഇത് ഇത്രയും സുലഭം, ഇത്രയും ലളിതമായിരിക്കുന്ന ഒരു സംഗതി നമുക്ക് അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്താ അറിയാൻ സാധിക്കാം? നമ്മെക്കുറിച്ച് നാം ഈ ശരീരം എന്നുള്ളത് എനിക്ക് ഒരു വിഷയമാണ്. ശരീരം വിഷയിയല്ല, ഞാനാണ് വിഷയി. വിഷയി എന്ന് പറഞ്ഞാൽ വിഷയം ആർക്കാണോ ഉള്ളത് അദ്ദേഹമാണ് വിഷയി എന്ന് പറയും. വിഷയം എന്ന് പറഞ്ഞാൽ എന്തിനെയെല്ലാം ഈ വിഷയി അറിയുന്നുവോ അതെല്ലാം വിഷയത്തിൽ വരും. അപ്പം അതുകൊണ്ട് എന്തെല്ലാം എനിക്കറിയാനായിട്ട് സാധിക്കുന്നുവോ അതെല്ലാം വിഷയം എന്നുള്ള
ആ ഒരു കാറ്റഗറിയിൽ വരും, ആ ഒരു തലക്കെട്ടിൽ വരും. മനസ്സിലായി? വിഷയം എന്നുള്ള തലക്കെട്ടിൽ വരും. ഇനി വിഷയി എന്നുള്ള തലക്കെട്ടിൽ വരുന്നത് ഒന്ന് മാത്രം, അത് ഞാൻ. ഞാൻ എന്നുള്ളത് ശുദ്ധ ചൈതന്യം, ശുദ്ധബോധം. ആ ശുദ്ധബോധമാണ് ഞാൻ എന്നങ്ങോട്ട് ഉറയ്ക്കുക. ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത്രയുള്ള അർത്ഥം. ഉറയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയും. വാസ്തവത്തിൽ അതാണ് ഞാനെന്നറിയാം. ആ ശുദ്ധബോധത്തിൽ നിന്ന് വേർതിരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ വിഷയത്തിലാണ് ഉള്ളത്. ഇങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറയുന്നു. മനസ്സിലായില്ലേ? വാസ്തവം എന്താ? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ആദ്യം നമ്മൾ വേദാന്തമെല്ലാം പഠിക്കുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇവിടെ കാണും സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണം എവിടെ നിന്നുണ്ടായിരിക്കുന്നത്? സത്യവസ്തുവിൽ നിന്ന്, പരമാത്മാവെന്ന് പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമെല്ലാം പരമാത്മാവിൽ നിന്നുണ്ടായി. ഈ പരമാത്മാവിൽ നിന്ന് ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും എന്താ? മനസ്സിലായി പറയുന്നുണ്ട്? ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. ഞാൻ വെറുതെ ഞാൻ പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ട് ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കരുത്. നിങ്ങളും കൂടി ഒന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? പരമാത്മാവിൽ നിന്നാണ് ഈ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നുള്ള മൂന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും പരമാത്മാവ് തന്നെ. ഇപ്പോൾ ഈ ഞാനിരിക്കുന്ന ഈ കസേര ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? മരം കൊണ്ട്. അപ്പോൾ അതോ ഇതെന്താ? അത് മരം തന്നെ അല്ലേ? മരത്തിൽ നിന്ന് അല്പം പോലും വ്യത്യാസമില്ല. ഈ കസേരയിൽ നിന്ന് മരമെല്ലാം എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തുണ്ട്? അപ്പോൾ കസേര എവിടെയാ? മനസ്സിലാവുന്നുണ്ട് പറയുന്നുണ്ട്? അപ്പോൾ ഈ സ്ഥൂലം, സൂക്ഷ്മം, കാരണമെന്നെല്ലാം നമ്മൾ ആദ്യത്തിലിങ്ങനെ ഒരു വിട്ട് മനസ്സിലാക്കാനായിട്ട് പഠിച്ച് വരുമ്പോൾ വാസ്തവത്തിൽ ഈ സ്ഥൂലവുമില്ല, സൂക്ഷ്മവുമില്ല, കാരണവുമില്ല. ഇവിടെയുള്ളത് ഒരേ ഒരു ശുദ്ധ ചൈതന്യം മാത്രം. പിന്നെ ഈ കാണുന്നത് സ്വാമിജി ഇവിടെ ഇരുന്ന് പറയുന്നു, ഞങ്ങൾ കേൾക്കുന്നു. ഇവിടെ ഒരു ഹാളുണ്ട്, കുറേ ഫാൻ തിരിയുന്നു, കുറേ വെളിച്ചമുണ്ട്. ഇതെല്ലാം എൻ്റെ ഇതൊക്കെ ശരിയല്ലേ? ആ, ശരി തന്നെ. അതെന്ത് ശരി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യക്തമാവാനായിട്ട് വേദാന്തത്തിൽ നമ്മൾ പറയും. വാസ്തവത്തിൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും മനസ്സിലാക്കാനായിട്ട്, ഇങ്ങനെ ചോദിക്കുന്നവർക്കൊരു ഉത്തരം കൊടുക്കാനായിട്ട് വേദാന്തത്തിൽ പറയും 3 തലത്തിലുള്ള സത്യമുണ്ട്. ഒന്ന് വ്യാവഹാരിക സത്യം, ഒന്ന് പ്രാതിഭാസിക സത്യം, ഒന്ന് പാരമാർത്ഥിക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വാസ്തവത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ. വ്യാവഹാരികമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാവഹാരിക സത്യം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സത്യം ഇല്ല. നമ്മൾ കാണുമ്പോൾ ഈ വിളക്കുണ്ട്, ഞാനിരിക്കുന്നു, നിങ്ങളിരിക്കുന്നു, ഒരു വ്യവഹാരം നടക്കുന്നു. ഈ വ്യവഹാരത്തിന് നമ്മളൊരു സത്യത്വം കൽപ്പിച്ചിരിക്കുന്നു. ആ സത്യത്വം കൽപ്പിച്ചത് കൊണ്ട് എന്തുണ്ട്? ഒരു സത്യം ഉണ്ട് എന്ന് നാം ധരിക്കും. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ആ പരമാത്മ ചൈതന്യം മാത്രം. അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഉണ്ട് എന്ന് തോന്നുന്നതാണ്. ഏതുപോലെ? കാനൽ ജലം പോലെ. മരുഭൂമിയിൽ കാണുന്ന ജലം നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ ജലം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നതായിട്ടുള്ളൊരു അനുഭവം നമുക്കുണ്ടാവുന്നു. അതുകൊണ്ട് ജലം കാണുന്നതുകൊണ്ട് ജലമുണ്ട് അവിടെ. ആ ജലത്തിന് നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല.
പിന്നെ എന്താണ്? അത് തോന്നുന്നതാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ നീല പരവതാനി പോൽ, നീല, മനസ്സിലായില്ലേ, വലിയ ഒരു ഡോം പോലെയാണ് ആകാശം കാണുന്നത്, നീല നിറം. ആ നീല നിറത്തെ തൊടാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അന്തമില്ല, മനസ്സിലായില്ലേ? ആൾക്കാർ ചോദിക്കും എന്താണ് കൃഷ്ണൻ നീല നിറം, രാമൻ നീല നിറം എന്നല്ല. ശിവനും നീല നിറമാണ് അല്ലേ? അത് സൂചിപ്പിക്കുന്നത് അനന്തതയാണ്. നീല എന്നുള്ളത് അനന്തം, അതിന് അറ്റമില്ല, എല്ലാവിടെയും നിറഞ്ഞിരിക്കുന്ന ഒരു പൊരുള് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ, അതായത് ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല, അതിന് സത്യത്വവും കൊടുക്കാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ആചാര്യന്മാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വാക്ക് അവർ പറയുകയാണെങ്കിൽ ആ വാക്ക് എങ്ങനെ നിർവചിക്കണമെന്നുള്ളതും കൂടി പറയും. അതാണ് ശാസ്ത്രം. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. സത്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. തുച്ഛം എന്ന് പറഞ്ഞാൽ എന്താ? അതിനും ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലത്തിലും നിലനിൽക്കുന്നത് എന്തോ അതാണ് സത്യം. അപ്പോൾ സത്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ 3 കാലത്തിലും നിലനിൽക്കാത്തത് എന്തോ അതാണ് അസത്യം. തുച്ഛം എന്ന് പറഞ്ഞാൽ 3 കാലത്തിലും ഇല്ലാത്തത് എന്തോ അതാണ് തുച്ഛം. അതുകൊണ്ട് സത്യം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നിലനിൽക്കുന്നത്, അതിനെ ആത്മാവെന്നും ബ്രഹ്മമെന്നും ഈശ്വരൻ എന്നും ഭഗവാൻ എന്നും പല നാമങ്ങളിലും നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഭക്തനാണെങ്കിൽ നമ്മളൊരു സത്യം ഭഗവാനാണ് എന്ന്, നമ്മളൊരു വേദാന്തിയാണെങ്കിൽ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ് എന്ന് പറയുന്നു. അങ്ങനെ പല നാമങ്ങളിലും പല രീതിയിലും ഈ സത്യത്തെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനും ബ്രഹ്മവും ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യം എല്ലാ കാലത്തിലും ഒരു വിധത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് സത്യം. ഇനി അസത്യം എന്ന് പറഞ്ഞാൽ 3 കാലത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതാണ് സത്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം അസത്യമാണ്, തുച്ഛമല്ല. ഓക്കെ, ദേഹം അസത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ ചില ആൾക്കാരുണ്ട്, ഓരോ വയസ്സാകുമ്പോൾ ഓരോ ഫോട്ടോ എടുത്ത് വയ്ക്കും. ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു അമ്മൂമ്മയുടെ കൂടെ താമസിച്ചിരുന്നത്. ആ അമ്മൂമ്മയ്ക്ക് 86 വയസ്സുണ്ട്. അപ്പോൾ അമ്മൂമ്മ ഓരോ വർഷവും അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. അങ്ങനെ 1-ാമത്തെ വയസ്സുള്ള അമ്മൂമ്മയും 86 വയസ്സുള്ള അമ്മൂമ്മയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറയണം, ഒരു വിധത്തിലും നമുക്കൊരു സാമ്യം കാണാനായിട്ട് സാധ്യമല്ല. എന്ന് ചോദിച്ചാൽ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന് മാറ്റം എന്നുള്ളത് ശരീരത്തിൻ്റെ സ്വരൂപമാണ്. ആ ശരീരത്തിൽ നമ്മൾ സത്യത്വ ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും, സംശയമില്ല. ശരീരത്തിന് രോഗം വരും, അത് ശരീരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. രോഗമുള്ളവരും രോഗമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? രോഗമുള്ളവർക്ക് രോഗമുണ്ടെന്നറിയാം, രോഗമില്ലാത്തവർക്ക് രോഗമില്ല എന്നുള്ളത് അറിയില്ല, രോഗമുണ്ട് എന്നുള്ളത് അറിയില്ല. അത്രയേ വ്യത്യാസമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ശരീരം നമുക്ക് ഉണ്ട്, ആ ശരീരം നല്ലൊരു ഉപാധിയാണ്. അതിന് വേണ്ടതുപോലെ അത് അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കുക തന്നെ വേണം. ശരീരത്തെ നമുക്ക് ഒരിക്കലും അവഗണിക്കാനായിട്ട് സാധ്യമല്ല. ചില ആൾക്കാരുണ്ട്, ആധ്യാത്മിക ജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് ശരീരത്തെ കുറേ കഷ്ടപ്പെടുത്തുന്നവർ. അങ്ങനെ കഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. തപസ് എന്നുള്ള രീതിയിൽ ശരീരത്തെ കഷ്ടപ്പെടുത്താനായിട്ടുള്ള അനുവാദം നമുക്ക് തന്നിട്ടില്ല. ശരീരത്തെ നമ്മൾ വേണ്ടതുപോലെ, ശരീരം അർഹിക്കുന്ന പരിഗണന നമ്മൾ തീർച്ചയായിട്ടും ശരീരത്തിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ശരീരത്തിൽ സത്യത്വ ബുദ്ധി വന്നു കഴിഞ്ഞാൽ
ദുഃഖത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. മൃത്യുവിൽ നിന്ന് എന്നെ അമൃതത്വത്തിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഈ ശരീരത്തോടു കൂടി കുറേ കാലം നിൽക്കാനാണോ? ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് സങ്കല്പിച്ച് നോക്കൂ. ഒരാളും ഇവിടെ ശരീരം ഉപേക്ഷിക്കുന്നില്ല, എല്ലാവരും ഈ ശരീരത്തോടു കൂടിയിരിക്കുന്നു. കാലനില്ലാത്ത കാലം. എപ്പോഴോ എനിക്ക് തോന്നുന്നു ഞാൻ 3-ോ 4-ലോ ഒക്കെ പഠിച്ചിട്ടുള്ളൊരു ശ്ലോകമാണ്, ഒരു പദ്യമാണ്. കാലനില്ലാത്ത കാലം. കാലനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമ്മളൊന്ന് സംശയം. കൊത്തിവെച്ച പാവ പോലെ 100, ഞാൻ മറന്നുപോയിരിക്കുന്നു, 100-ഓ 200-ഓ പറ അരി വെച്ചാൽ 2 വറ്റ് മാത്രം കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരിവിടെ. അങ്ങനൊരു സങ്കല്പത്തെക്കുറിച്ച് സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണം അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? മരണം എന്നുള്ളത് ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തെ നമ്മൾ എടുക്കുന്നു, അതിന് നമുക്ക് അർഹതമായിട്ട്. മരണത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു വിധത്തിൽ വേദാന്ത അധ്യയനം എന്നുള്ളത് മരണത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ധൈര്യത്തോടു കൂടി നമ്മൾക്ക് അഭിമുഖീകരിക്കണമെങ്കിൽ വേദാന്തം നല്ലതുപോലെ പഠിക്കണം. മനസ്സിലായില്ലേ? ഈ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കും. മാറ്റത്തെ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അച്ഛനമ്മമാർക്കും മക്കൾ പുറത്തു പോകുമ്പോൾ ആ മാറ്റത്തെ അങ്ങോട്ട് അവർക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പോട്ടെ, വേണ്ട സമയത്ത് വേണ്ടതുപോലെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസവും സംസ്കാരവും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അവർ വേണ്ടത് ചെയ്യും. ഇനി വേണ്ട സമയത്ത് വേണ്ടതൊന്നും കൊടുക്കാതെ നമുക്ക് വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മോഹഭംഗങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നതിനും ഒരു നിയമം നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. 5 വയസ്സ് വരെ ഒരു കുട്ടിയെ രാജാവിനെ പോലെ വളർത്തുന്ന പറഞ്ഞിരിക്കുന്നു. 5 വയസ്സ് വരെ അവന് നല്ലൊരു മതിപ്പുണ്ടാക്കണം. ഞാൻ ഒരു വലിയ ആളാണ്, ഞാൻ ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് എന്നുള്ളൊരു ബോധം ആ കുട്ടിയിൽ ജനിപ്പിക്കത്തക്ക വിധത്തിലായിരിക്കണം ആ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പ്രവൃത്തി. ഇനി അല്ലെങ്കിൽ അച്ഛനമ്മ എപ്പോഴും തല്ലുകൂടുകയാണെങ്കിലോ ആ കുട്ടി വിചാരിക്കും ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. കുട്ടികൾക്ക് അത്രയേ ചിന്തിക്കാനും പറ്റുമോ? ഞാൻ കാരണമാണ് ഇവിടുത്തെ പ്രശ്നമെല്ലാം, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ദോഷമായിരിക്കും. മനസ്സിലായില്ലേ? ഇനി 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിച്ച് വളർത്തണം. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം, ചിലത് കൊടുക്കേണ്ടത് കൊടുക്കണം, എടുക്കേണ്ടത് എടുക്കണം. അങ്ങനെ വേണ്ടതുപോലെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിക്കവാറും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ ചെയ്യുന്നതാണ്, അവർക്ക് 2 പേർക്കും സംസാരിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. കഴിഞ്ഞു പണി. പിന്നെ കുട്ടി ഒന്നുമേ മിണ്ടില്ല. ഇനി ആ മൊബൈൽ ഫോൺ തിരികെ വാങ്ങിക്കുമ്പോഴോ കുട്ടി കരച്ചിൽ തുടങ്ങി, വീണ്ടും കൊടുക്കും. അപ്പോൾ നിർബന്ധ ബുദ്ധി നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അത് വേണ്ടതുപോലെ ഉപദേശിച്ച് അതിൻ്റെ വരും വരായികളൊക്കെ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത്. ഇപ്പം ഈ എന്താ പറയുക, അപ്പോൾ വ്യാവഹാരികമായിരിക്കും സത്യം എന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പാരമാർത്ഥിക സത്യം എന്നുള്ളത് ആ പരമാത്മാവ്, ആ ബ്രഹ്മം, അത് മാത്രം സത്യം എന്നുള്ളത്. വാസ്തവത്തിൽ അതേ ഉള്ളൂ. വ്യാവഹാരികം, പ്രാതിഭാസികം, എനിക്ക് തോന്നുന്നതെല്ലാം വാസ്തവത്തിൽ അതില്ലാത്തതാണ്. തോന്നുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. പാരമാർത്ഥികമായിരിക്കും സത്യമേ ഇവിടെ ഉള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ
സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നെല്ലാം പറഞ്ഞ് വ്യവഹരിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളെല്ലാം നിർത്തി ഈ പരമാർത്ഥ സത്യത്തെ അറിഞ്ഞിരിക്കുന്ന ഒരുവൻ പിന്നെ അവന് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, നിത്യതൃപ്തനാണ്. മനസ്സിലായത്? നിത്യതൃപ്തൻ. നിത്യതൃപ്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തൃപ്തിയോടുകൂടിയിരിക്കുന്നവൻ. ഇനി ഒന്നും എനിക്ക് വേണ്ട, ഇനി നേടേണ്ടതായിട്ടൊന്നുമില്ല, കളയേണ്ടതായിട്ടൊന്നുമില്ല, ഞാൻ എന്നിൽ തന്നെ തൃപ്തനായിരിക്കുന്നു എന്നുള്ള മാനസിക അവസ്ഥ. ഈ ഒരു അവസ്ഥ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു അന്ത്യകാലത്തിൽ എത്തുമ്പോഴേക്കും ഒരു റിട്ടയർമെൻ്റൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു നില കിട്ടണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിത്യതൃപ്ത നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാതിരിക്കാം, ഒന്നിനെയും ഇന്നതിന് വേണ്ടി ഒന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കാം. ഈ ഭക്ഷണത്തെ ആശ്രയിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക. അപ്പം നിത്യതൃപ്ത നിരാശ്രയ കർമ്മണി അഭിപ്രവൃത്തോപി. അങ്ങനെയുള്ള ഒരു ജ്ഞാനി, അദ്ദേഹത്തെ നമ്മൾ പുറമേ നിന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു അജ്ഞാനി ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ എന്നിരുന്നാലും ആ കർമ്മത്തിൽ യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ, അവനൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു, പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. പശ്യൻ ശൃണ്വൻ സ്പൃശൻ, അടുത്ത അധ്യായത്തിൽ പറയുന്നത്, പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ വിസൃജൻ ഋണ്ണനബി. ഈ ഇങ്ങനെയുള്ള ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇതെല്ലാം ഇന്ദ്രിയങ്ങളാണ്, ദേഹമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടുകൂടി അവൻ കർമ്മങ്ങളിലൊന്നും വ്യവഹരിക്കുന്നില്ല. ഒരു കർമ്മവും ചെയ്യാതെ എല്ലാത്തിൽ നിന്നും വിട്ട് ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്ന ഒരുവൻ. ആത്മതൃപ്ത ആത്മരതി ആത്മക്രീഡ, ആത്മരതിയും ആത്മക്രീഡനുമായിട്ടിരിക്കുന്ന ഒരു ജ്ഞാനിയെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.